രാഹുൽ ഗാന്ധിക്കെതിരെ ബിജെപി നേതാവ് നടത്തിയ വധഭീഷണിയെ ചൊല്ലി നിയമസഭയിൽ ബഹളം. വിഷയം സഭ നിർത്തിവെച്ച ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ പ്രതിപക്ഷം ബാനറുകളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. വധഭീഷണി ഉണ്ടായ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് മാത്രമാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്ന് സർക്കാർ മറുപടി നൽകി. സ്പീക്കർക്കെതിരെ സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ചാനൽ ചർച്ചയ്ക്കിടെ ബിജെപി നേതാവ് പ്രിന്റു മഹാദേവൻ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ വധഭീഷണി പരാമർശം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. കെപിസിസി അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് MLA ആണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയത്. വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് പറഞ്ഞ സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിഷേധമുയർന്നു. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ഇന്ന് ലഭിച്ച നോട്ടീസ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ്. നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. സ്പീക്കർ നീതി പുലർത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നിസ്സാരമായൊരു വിഷയമാണ്, ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കഴിഞ്ഞതോടെ നടുത്തളത്തിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. അതേ തുടർന്ന് വാച്ച് ആൻഡ് വാർഡുമാരും MLA മാരും തമ്മിൽ ഉന്തും തള്ളുമായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷം പ്രതിഷേധ ബാനർ ഉയർത്തി. രാഹുൽ ഗാന്ധിക്കെതിരായ ബിജെപി നേതാവിന്റെ പരാമർശം അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ മന്ത്രി P. രാജീവ് ഇന്നലെ മൗനം പാലിച്ച പ്രതിപക്ഷം ഇന്ന് വിഷയം ഉയർത്തിയതിനാലാണ് ചർച്ചയ്ക്കെടുക്കാത്തതെന്നും വ്യക്തമാക്കി. 26-ാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടമ്പെട്ട് 27-ാം തീയതി 28-ാം തീയതി 29-ാം തീയതി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട്. പ്രതിപക്ഷ ബഹളത്തിനിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി വന്നതോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തും പ്രതിഷേധം നടത്തി. സഭ ഇനി തിങ്കളാഴ്ച വീണ്ടും ചേരും. സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.